നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുക. ഇതൊന്നും വിട്ട് ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. എനിക്കറിയാം, ക്രിയേറ്റീവായി ചിന്തിക്കാനും നിങ്ങളിലെ ആർട്ടിസ്റ്റിനെ ഇൻസ്പയർ ചെയ്യാനും കൂട്ടിനൊരുത്തിയെ കിട്ടിയിട്ടുണ്ടല്ലോ. വിട്ടുപോകാൻ മനസ്സ് വരില്ല. മഞ്ജു, മഞ്ജു പ്ലീസ്. ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴൊക്കെ തർക്കവും പോരുവിളികളൊക്കെ ആയിട്ട് ഒരേ മച്ചിന് കീഴ് ഏതോ സത്രത്തിൽ കഴിയുന്നവരെ പോലെ നമ്മൾ കഴിഞ്ഞിരുന്നത്. കുറ്റപ്പെടുത്തല്ല, നമ്മുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ ചേരില്ല. പ്ലീസ് ലീവ് മീ അലോൺ. ഇല്ല, അങ്ങനെ അങ്ങ് സുഖിച്ചു കഴിയാൻ വിടില്ല ഞാൻ. കൂടുതൽ സംസാരിക്കാൻ ഞാനില്ല. അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് ഫോണിലൂടെ നീ എനിക്ക് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. ഇനി ഒരിക്കലും തമ്മിൽ കാണില്ല എന്നുള്ള അർത്ഥത്തിൽ ആ ഗുഡ് ബൈ ഞാനിപ്പോ തിരിച്ചു പറയാ. ഗുഡ് ബൈ. ഒന്ന് വിളിക്കായിരുന്നില്ലേ കുട്ടിയെ? ഒരു വറ്റുപോലും കഴിക്കാൻ പറ്റാണ്ടല്ലേ പോയത്? വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവും മനസ്സ്. വിളിച്ചൊരാശ്വാസവാക്ക് പറഞ്ഞ ഹലോ ഹലോ പ്രിയ, ഐ എം സോറി. അരുത്, എന്നോടിങ്ങനെ ഫോർമലായി സംസാരിക്കരുത് സേതുവേട്ട. എല്ലാം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പലപ്പോഴും ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കഴിഞ്ഞില്ല. അറിയാതെ മനസ്സ് കൈവിട്ടുപോയി, സ്നേഹിച്ചു പോയി. ഇനി മറക്കാൻ എനിക്ക് ഈ ജന്മം ഹലോ ഹലോ നോ, ഈ ജന്മം അയാളോടൊത്തൊരു ജീവിതം എനിക്ക് വേണ്ട. ഹി ഇൻസൾട്ടഡ് മീ. വിഡിത്തം പറയരുത്. നീ അനുഭവിക്കേണ്ട സ്വത്തൊക്കെ കണ്ണ് കണ്ടവൾക്കൊക്കെ അവൻ തീരെന്ന് കണ്ട് കയ്യും കെട്ടി നിൽക്കാനുള്ള ഭാവം. അതിലും വേദന ആത്മഹത്യ ചെയ്യണതാ. അങ്ങനെ ഒരുത്തേക്കും തീരെ എഴുതി കൊടുക്കാൻ സമ്മതിക്കില്ല ഞാൻ. ആ ബ്ലഡി അവൾക്ക് വേണ്ടിയാ എന്നെ ഇൻസൾട്ട് ചെയ്തത്. അയാൾ ഇഞ്ചിഞ്ചായി നീറണത് എനിക്ക് കാണണം. അതുകൊണ്ടാ പറഞ്ഞ ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കേണ്ടെന്ന്. അവനെ എവിടെ നിന്റെ കാൽ ചുവട്ടിൽ എത്തിക്കും ഞാൻ. അതിനെന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. എന്റെ കുട്ടികളെ പോലും ഒന്ന് കാണാൻ സമ്മതിക്കാതെയാ എന്നെ അടിച്ചിറക്കി വിട്ടത്. സേതുവിനോടുള്ള അവരുടെ പക തീർക്കുന്നത് എന്നോടാ. എന്ത് പറഞ്ഞാൽ നിങ്ങൾ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്റെ മോളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഇനി എങ്ങനെ ഉണ്ടാവില്ല. പ്രിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. സേതുവിനി തെറ്റു മുഴുവൻ എന്റെയാ. ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്തൊരുത്തിയെ അവന്റെ ജീവിതത്തിലേക്ക് കെട്ടിയേൽപ്പിച്ചത് ഞാനാ. അവന്റെ സന്തോഷവും ജീവിതവും ഒക്കെ തകർത്തത് ഈ ഞാനാ. ഞാൻ ഇറങ്ങാം. ഇനി എങ്ങോട്ടാ? തറവാട്ടിലേക്ക്. വേറെ എങ്ങോട്ട് പോവാൻ? ഞാനിവിടെ വന്നതോ ഇതൊക്കെ പറഞ്ഞതോ സേതു അറിയണ്ട. പ്രിയയോട് എനിക്കൊരു പരിഭവമില്ല. മറ്റൊരവസ്ഥയിലായിരുന്നെങ്കിൽ സേതുവിന്റെ ഭാര്യയെ 2 കൈയും നീട്ടി സ്വീകരിച്ചേനെ ഞാൻ. പക്ഷെ ഇപ്പോ എനിക്കെന്റെ കുട്ടികളെ ഉപേക്ഷിക്കാൻ വയ്യല്ലോ. അവരില്ലാതെ എനിക്കൊരു ജീവിതമില്ല. കഴിയുമെങ്കിൽ സേതുവിനെ ഇനി കാണരുത്. ഇത് അപേക്ഷയാണ്.
ഇതുവരെ നീ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പലരും പലതും പറഞ്ഞിരുന്നെങ്കിലും നിന്നോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടുമില്ല. നിനക്ക് തന്ന ഫ്രീഡം നീ മിസ്യൂസ് ചെയ്യില്ലെന്ന് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. പക്ഷെ ഇനി എന്റെ മോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അമ്മ സേതുവേട്ടനെ കാണാതിരിക്കാൻ എനിക്ക്. ഇപ്പൊ ഇറങ്ങിപ്പോയ ആ സ്ത്രീയുടെ ജീവിതം തകർത്തിട്ട് നിനക്കൊരു ജീവിതം വേണോ? എങ്കിൽ പോവാ. പക്ഷെ പിന്നീട് ഒരിക്കലും നീ അമ്മയെ കാണില്ല. അമ്മേ, സേതുവേട്ടാ, ഒരുപാട് മോഹിപ്പിച്ചു ഞാൻ, അല്ലേ? ഇല്ല, ഞാനാണ് മോഹിപ്പിച്ചത്. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ മനസ്സ്. പക്ഷെ ഞാൻ തിരിച്ചറിയണമായിരുന്നു. നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയപ്പോ ഒക്കെ മറന്നു. എന്നെ തന്നെ പാടില്ലായിരുന്നു. അങ്ങനെ പറയരുതേ. അരുതാത്തതെന്ന് മനസ്സ് പറഞ്ഞിട്ടു. മോഹിച്ചത് എന്റെ തെറ്റാണ്. ഞാൻ എന്ത് വേണം? സേതുവേട്ടൻ പറയേ. സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്ന ഒന്നും സ്വന്തമാക്കാൻ വിധിക്കപ്പെട്ടവനല്ല കുട്ടി ഞാൻ. എന്ത് തീരുമാനമെടുത്താലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്നെ തന്നെ ശപിക്കാനേ എനിക്ക് കഴിയൂ. ഒക്കെ ഒരു സ്വപ്നമായിരുന്നു എന്ന് കരുതാം. ഇനി ഒരിക്കലും കാണാതിരിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. സേതുവേട്ടന് വേണ്ടി, സേതുവേട്ടനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പോകാം. ഒരിക്കലും കാണാതിരിക്കും. പക്ഷെ ഒന്നേ പറയാനുള്ളൂ, എഴുതണം. ഒരുപാട് പ്രോമിസ്. എവിടെയായിരുന്നാലും ഞാൻ കാതോർത്തിരിക്കും. എന്താ കുഞ്ഞേ? അല്ല, അത് ഞാന്. നീ പാതിരാക്ക് ആരെയാ വിളിക്കുന്നത്? അത് ഞാന് സാമിയല്ലേ വിളിച്ചത്? എന്നെയോ? ആ കുഞ്ഞമ്മാവ, നമുക്കിന്നൊന്ന് ആഘോഷിച്ചല്ലോ. ഇന്ന് ഞാനും കൂടും. എപ്പോഴും എന്നോട് പറയാറില്ലേ, ഇന്ന് ഉറപ്പ്. എന്താ മോനെ ഇങ്ങനെയൊക്കെ? നേരെ എന്തായിരുന്ന നിന്റെ വിചാരം? സമയം 2:30 കഴിഞ്ഞിരിക്കണു. അത് എത്രയെങ്കിലും ആയിക്കോട്ടെ. ഇന്ന് എനിക്ക് അല്പം കുടിക്കണം. വേണ്ട മോനെ, നിനക്കതൊന്നും ചേരില്ല. നിന്നെ പലപ്പോഴും ഞാൻ കുടിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേര് വഴക്കിട്ട് പോയിട്ടുമുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നീ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോ അറിയാം, സ്നേഹിച്ചതും സ്വന്തമാക്കിയതൊക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള നൊമ്പരം മറ്റാരേക്കാളും നന്നായിട്ട് ഈ കുഞ്ഞമ്മാനറിയാം. ആ വേദന മറക്കാൻ കുടിച്ചൊരു ജീവിതം മുഴുവൻ പാഴാക്കിയവനാ ഞാൻ. എന്റെ മോന് ആ ഗതി വരരുത്. പോയി കിടന്നോളൂ. പരിഹാരമില്ലാത്ത കാര്യമുണ്ടോ? സ്വാമി നോയിക്കൊള്ളാം. നമുക്ക് അവളെ പോയി ഒന്ന് കണ്ടാലോ സ്വാമി? യാത്ര പറഞ്ഞ് പിരിയുമ്പോ ഞാൻ ഓർത്തിരുന്നില്ല, മനസ്സിങ്ങനെ തളർന്നു പോകുന്നു. സേതു, എന്റേത് മാത്രമായിരുന്നു അവൾ. എന്നെ വിട്ടു പോവില്ലേ? എനിക്കാരും അല്ലാതാവുമല്ലേ? പിന്നെന്തിനാ കുട്ടിയോട് ഈ ക്രൂരത കാട്ടിയത്?
ആർക്ക് വേണ്ടിയായി ത്യാഗം ചെയ്തത്? വിളിച്ചോണ്ടൊന്ന് കൂടെ താമസിപ്പിക്കാമായിരുന്നില്ലേ ആ പാവത്തിനെ? എന്നിട്ട് വേണം എന്നൊരു ആഭാസനായി ചിത്രീകരിച്ച് എല്ലാവർക്കും ആഘോഷിക്കാനല്ലേ? വേണ്ട സ്വാമി, ഈ ജീവിതം ഇങ്ങനെ എരിഞ്ഞടങ്ങാനേ വിധിച്ചിട്ടുള്ളൂ. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് മനസ്സ് വേദനിപ്പിക്കുന്നേ? ഒക്കെ ശരിയാവും. ആ കുട്ടിയുടെ ഫോൺ ഓഫ് ആണെങ്കിൽ വീട് വരെ നമുക്കൊന്ന് പോയി നോക്കാം. നേരെ ഒന്ന് വെളുത്തോട്ടെ. എല്ലാത്തിനും ഒരു പോകുമ്പോഴും ഉണ്ടാവും. ഇപ്പൊ സേതു പോയി ഉറങ്ങാൻ.